ഹേയ്, സോനയാണ്. ടീം MJMലെ മെന്ററാണ്. നമുക്കിന്ന് സത്യസന്ധത ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി നോക്കാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ആപ്പിളായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഈ ആപ്പിൾ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഗോൾഡൻ ആപ്പിൾ ലഭിച്ചു, ഒരു സ്വർണത്തിന്റെ ആപ്പിൾ ലഭിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഇത് വിറ്റാൽ എനിക്ക് നല്ല പണക്കാരനാവാലോ എന്നൊക്കെ. അങ്ങനെ അദ്ദേഹം ആ ആപ്പിൾ എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിലിരുന്ന് ആ ആപ്പിളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൈൻഡില് അദ്ദേഹത്തിന്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർമ്മ വന്നു. എന്ത്? സത്യസന്ധതയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത്. അപ്പം അത് വിറ്റ് പണം ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തെ മാറ്റി വെച്ചിട്ട് തന്റെ സത്യസന്ധത മുറുകെ പിടിച്ച് ആ കർഷകൻ എന്തു ചെയ്തു? ആ ആപ്പിള് എടുത്ത് മാർക്കറ്റിലേക്ക് പോയിട്ട് ഇതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇതിന്റെ യഥാർത്ഥ ഉടമയെ കിട്ടി. ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു ഈ ഗോൾഡൻ ആപ്പിളിന്റെ ഉടമ. അപ്പൊ അദ്ദേഹം ആ ആപ്പിള് ആ കുട്ടിക്ക് കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ഈ കർഷകനോട് ഒരുപാട് നന്ദി പറഞ്ഞു. ശേഷം രണ്ടുപേരും പിരിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഈ കർഷകൻ തന്റെ കൃഷി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും കൂടി നമ്മുടെ കൃഷിക്കാരനെ കാണാൻ വന്നു. എന്നിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു ആ കർഷകനോട് ഈ കുട്ടിയും അച്ഛനും. അങ്ങനെ അവരുടെ ഒരു സ്നേഹ സമ്മാനമായിട്ട് ഈ കർഷകന് ഈ അച്ഛന്റെ വക വെറൈറ്റി ഓഫ് ആപ്പിൾ സീഡ്സ് കൊടുത്തു, പല രീതിയിലുള്ള ആപ്പിളിന്റെ വിത്തുകൾ. അപ്പൊ ഈ കർഷകന് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ അവർ അവിടുന്ന് പിരിഞ്ഞു. ഈ കർഷകൻ എന്ത് ചെയ്തു? ശേഷം ഈ എല്ലാ ആപ്പിളിന്റെ വിത്തുകളും കൃഷി ചെയ്തു, പലതരത്തിലുള്ള ആപ്പിളുകൾ ഉണ്ടാക്കി അത് ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റു, ഒരുപാട് പണം സമ്പാദിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മനസ്സിലോർക്കാണ്, അന്ന് അദ്ദേഹം ആ സത്യസന്ധത മുറുകെ പിടിച്ചത് കൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് നമുക്കൊരു പാഠമാക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റെന്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സത്യസന്ധതയ്ക്കാണ്. നമുക്ക് നമ്മളുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചിന്ത നമ്മളിലൂടെ പോകണം. നമുക്ക് എത്ര പണം കിട്ടുന്ന കാര്യമായിക്കോട്ടെ, നമ്മൾ ഒരിക്കലും സത്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യം ചെയ്യരുത്. ബിക്കോസ് അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവാം, പക്ഷെ പിന്നീട് അത് നമുക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് മാറും. തോമസ് ജെഫേഴ്സൺ പറഞ്ഞിട്ടുണ്ട്, ഹോണസ്റ്റി ഇസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. നാം എത്രത്തോളം സത്യസന്ധത നമ്മുടെ ലൈഫിൽ മുറുകെ പിടിക്കുന്നു, അത്രത്തോളം നമ്മുടെ ലൈഫ് ബെറ്റർ ആൻഡ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.